CPM BJP കൂട്ടുകെട്ടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും 1000 ശരങ്ങൾ എഴുതിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോകുന്നത്. ഞാൻ 36 മണിക്കൂർ ഇഡിയുടെ മുമ്പിലിരുന്നു. 36 കേസുകളും 56 മണിക്കൂറും. ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടല്ലോ കേസ്. ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഇതുപോലൊരു കേസിൽ പെട്ടിരിക്കുകയാണല്ലോ, ഇതുവരെ പോയില്ലല്ലോ. ചോദ്യം വളരെ വ്യക്തമല്ലേ, ഷാർപ്പല്ലേ? BJPയും CPM തമ്മിലുള്ള എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഡിക്ക് മുമ്പിൽ പോകാത്തത് എന്നതൊരു രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, അതൊരു യുക്തിപരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഡി വിളിക്കാത്ത സർ? ഇപ്പോൾ വരും, ഇഡി നമ്മളെ വരിഞ്ഞ് മുറുക്കുകയാണ്, ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും തീർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ഇഡി നീങ്ങുന്നില്ല? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഇന്ന് വരെ ഇപ്പം ഇയാൾ പറഞ്ഞതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെ പിണറായി വിജയനോ CPMോ മിണ്ടിയിട്ടില്ല. അതും മിണ്ടേണ്ടി വരും. ചുരുക്കത്തിൽ 1000 ശരങ്ങൾ എഴുതിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോകുന്നത്. ഇതിനകത്ത് ഇഡിയുടെ കേസ് മാത്രമല്ല, ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയും തവണ സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെച്ച ലാവ്ലിൻ പോലെ വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ? എന്തൊരു മറിമായമാണ്. ഒരു ദിവസം ജഡ്ജിക്ക് പനി, വേറെ ദിവസം CBIയുടെ വക്കീലിന് പനി, അതിൻ്റെ അടുത്ത ദിവസം ജഡ്ജിക്ക് വയറുവേദന, അല്ലെങ്കിൽ ജഡ്ജി ബെഞ്ച് ഒഴിയുന്നു. ഇങ്ങനെ മാറി 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 എത്ര വർഷമായി ഈ കേസിൻ്റെ ഫൈനൽ ആർഗ്യുമെൻറ്റിലേക്ക് പോകേണ്ട ഒരു കേസാണ്, തീരുന്നില്ല. ഇതെല്ലാം ഉന്നയിക്കുമ്പോൾ കൃത്യമായ മറുപടി CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ശബരിമലയിൽ BJP മിണ്ടാത്തത്, ഇന്ത്യ മുഴുവൻ വേട്ടപ്പട്ടകളെ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസീസ് കറങ്ങി നടക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. സോ ഇറ്റ് വാസ് എ ഷാർപ്പ് ഡേ. ഈ കഴിഞ്ഞ 2 ദിവസം രാഹുൽ ഗാന്ധിയുടെ വരവ് വളരെ ശക്തമായി ഈ ക്യാമ്പയിനെ പുതിയൊരു ടേണിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. 36 കേസാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ രംഗത്തുള്ളത്. 36 കേസാണ് ഈ രാജ്യത്ത് എനിക്കെതിരെ ഇതിനകം അവരെടുത്തിട്ടുള്ളത്. I have been interrogated by the ED for 55 hours continuously. 55 മണിക്കൂർ ദീർഘമായ സമയം എന്നെ ഇരുത്തി വിചാരണ ചെയ്യാനും ഈ ED തയ്യാറായിട്ടുണ്ട്. Why has the ED taken no action on the Chief Minister of Kerala and his family? എന്തുകൊണ്ടാണ് ED മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനങ്ങാപ്പാറ നയത്തോടെ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുന്നത്? And the reason is that they are working together. കാരണം വളരെ വ്യക്തമാണ്, അവർ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം. In fact, in Kerala, it is not the CPM and the BJP. കേരളത്തെ സംബന്ധിച്ച് പ്രശ്നം CPI BJP എന്നതല്ല, it is the CJP. അത് CJP എന്നുള്ളതാണ്. അവർ കൂട്ടുചേർന്നുകൊണ്ടുള്ള, പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള, everybody knows that they are partners. അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ഘടകകക്ഷികളെ പോലെയാണ്. And everybody knows that they are working together in Kerala to defeat the UDF. അവരെല്ലാവരും പരസ്പരം സഹകരിച്ച് അവർ രണ്ടു കൂട്ടരും UDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ചു എന്ന കാര്യവും എല്ലാവർക്കും അറിവുള്ളതാണ്. I also want to ask my friends, workers in the left front, a question. LDF ഇടതുപക്ഷത്തുള്ള പ്രവർത്തകരോട്, അതുപോലെ അവരോട് ഞാൻ തീർച്ചയായും ഒരു ചോദ്യം അവരുടെ മുമ്പാകെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. You call yourself a communist government. നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നാണ് വിളിക്കുന്നത്. Please tell me what is communist about your government in Kerala today? ഈ കേരളത്തിലെ ഗവൺമെന്റിന് എന്ത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണുള്ളത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. This is the most Narendra Modi attacks me and the Congress party every single day. നരേന്ദ്ര മോദി എന്നെയും കോൺഗ്രസ് പാർട്ടിയെയും ഓരോ ദിവസവും ആക്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. Why does Narendra Modi not attack your chief minister? എന്തുകൊണ്ടാണ് നരേന്ദ്ര മോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാത്തത്? Why does he not attack his family? നരേന്ദ്ര മോദി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കാത്തത്? Forget that. Narendra Modi in every single speech mentions God, mentions temples, mentions religion. അത് മറന്നുപോയേക്കോ. പക്ഷേ നരേന്ദ്രമോദി എല്ലാ പ്രസംഗത്തിലും അമ്പലങ്ങളെ കുറിച്ച് പറയും, ദൈവത്തെ കുറിച്ച് പറയും, മതത്തെ കുറിച്ച് പറയും. Every second speech of his is how somebody has insulted some god, or somebody has insulted his religion, somebody has insulted a temple. Every speech.
എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണോ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മതത്തെ അപമാനിച്ചത്, ഏതെങ്കിലും അമ്പലത്തെ അപമാനിച്ചത്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ദൈവത്തെ അപമാനിച്ചത് എന്ന് എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയാറുണ്ട്. And the most valued temple in Kerala, gold is stolen from that temple. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ നിന്നാണ് സ്വർണം കവർന്നിട്ടുള്ളത്. Please understand, gold is stolen from Lord Ayyappa's temple. നിങ്ങൾ മനസ്സിലാക്കുക, സ്വർണം കവർന്നിട്ടുള്ളത് ധർമ്മശാസ്താവിന്റെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് സ്വർണം It is കവർന്നിട്ടുള്ളത്. replaced by brass. Pardon? It is replaced by brass. അതിനുശേഷം ആ സ്വർണം അവിടെ നിന്ന് എടുത്തവർ മാറ്റി സ്ഥാപിച്ചത് ചെമ്പ് കൊണ്ടാണ്. Prime Minister comes to Kerala, does not say a word about it. പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചൊരു വാക്കുപോലും മിണ്ടുന്നില്ല. He's forgotten God, he's forgotten the temple, he's forgotten religion. അദ്ദേഹം ദൈവത്തെ മറന്നുപോയി, അദ്ദേഹം അമ്പലങ്ങളെ മറന്നുപോയി, അദ്ദേഹം മതത്തെയും മറന്നുപോയി. Because he wants to help the Chief Minister and the LDF. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം നരേന്ദ്രമോദിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും LDF-നെയും സഹായിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. Truth is, he knows that LDF can never challenge Narendra Modi in India. സത്യം എന്താണെന്നറിയോ? നരേന്ദ്രമോദിക്ക് അറിയാം LDF-ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്താനാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. That is why the UDF is in his target. അതുകൊണ്ടാണ് That is why UDF is his target. അതുകൊണ്ടാണ് UDF-നെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്, UDF-നെതിരെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.